സ്ഥാനത്തല്ല കിടക്കുന്നത്, നീ അല്പം ഉയരത്തിലാണ്. പണ്ട് ഒരു സൈഡ് കൊണ്ട് ഭൂമിയെ നോക്കുകയും മറ്റുള്ള സൈഡ് കൊണ്ട് ലോകത്തെ നോക്കുകയും ചെയ്തു എങ്കിൽ ഇത് ഭൂമിയെ നോക്കാൻ, ഭൂമിയിലുള്ളത് നോക്കാൻ നിനക്ക് സാധിക്കയില്ല. കാരണം നീ ഭൂമിയിലല്ല നിൽക്കുന്നത്, മറ്റ് രണ്ട് കല്ലുകളുടെ മുകളിലാണ്. ഭൂമിയുമായി നിനക്കുള്ള ബന്ധം വിട്ടുകഴിഞ്ഞു. ഈ ലോകം നമുക്ക് യോഗ്യമല്ല. ഈ ലോകവുമായുള്ള ബന്ധം വിട്ടുകഴിഞ്ഞു. ദൈവസഭയിലെത്തിയതോടെ രണ്ടുപേരുടെ മുകളിലായി നീ മാറിക്കഴിഞ്ഞു. മാത്രമല്ല, നിന്റെ വലത്തും ഇടത്തും കൂട്ടായ്മയ്ക്ക് ആള് വന്നു കഴിഞ്ഞു. ഇപ്പോൾ നീ രണ്ടുപേരെ ഭാഗികമായി ചുമക്കുന്നുമുണ്ട്. അങ്ങനെ നിന്റെ 4 വശങ്ങൾ നിന്നെ പോലുള്ള കല്ലുകളുമായി കൂട്ടായ്മയിൽ നിൽക്കുകയാണ്. ഇനിയും 2 വശങ്ങൾ അവശേഷിക്കുന്നു. ഒരു വശം ദേവാലയത്തിനകത്തേക്ക് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നു. മറുവശം കൊണ്ട് മാത്രമാണ് നീ ലോകവുമായി ബന്ധപ്പെടുന്നത്. അല്പം പ്രതീകാത്മകമായി ആ വിഷയത്തെ നമ്മളൊന്ന് പഠിക്കുന്നത് രസാവഹമായിരിക്കും. ഒരു വിശ്വാസിയാകുന്നതിന് മുൻപ് നിനക്ക് ഈ ഭൂമിയുമായി ബന്ധപ്പെടുവാനും ലോകവുമായി ബന്ധപ്പെടുവാനും എല്ലാ വിധത്തിലുള്ള സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് നിന്റെ സ്വാതന്ത്ര്യം വളരെ ചുരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. 4 വശവും നിന്റെ കൂട്ടായ്മക്കാരായ വിശ്വാസികൾ നിന്നെ പോലുള്ള കല്ലുകൾ മാത്രമാണ്. ഒരു സൈഡ് എപ്പോഴും ദൈവാലയത്തിനകത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു. ദൈവവുമായി, ദൈവാലയത്തിന്റെ അകവുമായുള്ള ബന്ധം നിനക്കിനിയും വിടുവാൻ സാധ്യമല്ല. ഏതെങ്കിലും ഒരു വിശ്വാസി പറയുകയാണ്, എനിക്ക് ദൈവസഭയുമായി ബന്ധമില്ല, എനിക്ക് കൂട്ടായ്മയില്ല, ഞാൻ ഒറ്റയ്ക്ക് നിൽക്കാൻ പോകുകയാണ് എന്ന് പറഞ്ഞാൽ നിനക്ക് ഒറ്റയ്ക്ക് നിൽക്കുകയോ കിടക്കുകയോ ഒക്കെ ചെയ്യാം. പക്ഷെ നീ ദേവാലയത്തിന്റെ കല്ലായിരിക്കയില്ല, ദൈവസഭയിലെ അംഗമായിരിക്കയില്ല, ജീവനുള്ള കല്ലായിരിക്കയില്ല. ജീവനുള്ള കല്ലാകണമെങ്കിൽ ക്രിസ്തുവാകുന്ന മൂലക്കല്ലിനോട് ചേർന്ന് നീയും പണിയപ്പെട്ടേ മതിയാകൂ. ആ കല്ലിനടുത്ത് വന്നെങ്കിൽ മാത്രമേ നിനക്ക് ജീവനുള്ള കല്ലായി മാറുവാൻ കഴിയൂ. ഒറ്റയ്ക്ക് എവിടെങ്കിലും വെളിപ്രദേശത്ത് കിടക്കുന്ന ഒരു കല്ല് ജീവനുള്ള കല്ലല്ല. കൂട്ടായ്മയില്ലാതെ ദൈവസഭയിലെ കല്ലിന് നിലനിൽപ്പില്ല. മാത്രമല്ല, ഒരു സൈഡ് കൊണ്ട് എപ്പോഴും ദൈവാലയത്തിനകത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ദൈവാലയത്തിന്റെ അകവുമായുള്ള ബന്ധം നിനക്കൊരിക്കലും വിട്ടുകളയുവാൻ സാധ്യമല്ല. അങ്ങനെ 5 ഭാഗങ്ങൾ കൂട്ടായ്മയോടുള്ള ബന്ധത്തിലോ ദൈവസഭയോടുള്ള ബന്ധത്തിലോ കഴിഞ്ഞതിന് ശേഷം ഒരു സൈഡ് കൊണ്ട് മാത്രമാണ് ലോകവുമായി നീ ബന്ധപ്പെടുന്നത്. ആരെങ്കിലും പറയാണ്, എനിക്ക് ഈ ലോകവുമായിട്ട് ഒത്തിരി ബന്ധമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിക്ക് ഒരിക്കലും ഒത്തിരി ബന്ധമൊന്നും ഈ ലോകവുമായിട്ട് ഉണ്ടാകാൻ സാധ്യമല്ല. കാരണം 6ൽ 1 ഭാഗം മാത്രമേ അവൻ പുറത്തേക്ക് നോക്കുന്നുള്ളൂ. 6ൽ 4 ഭാഗവും കൂട്ടായ്മയും 1 ഭാഗവും ദൈവവുമായിട്ടുള്ള നിരന്തര ബന്ധവുമാണ്. 6ൽ 5 ഭാഗം കഴിഞ്ഞു ബാക്കിയുള്ള 1 ഭാഗം കൊണ്ട് മാത്രമേ നിനക്ക് ലോകവുമായി ബന്ധപ്പെടാൻ കഴിയൂ. പക്ഷെ ആരെങ്കിലും പറയുകയാണ്, എനിക്ക് ലോകവുമായിട്ട് അതിൽ കൂടുതൽ ബന്ധമുണ്ട് എന്ന് പറഞ്ഞാൽ നീ ദൈവാലയത്തിന്റെ കല്ലായി മാറിയിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. നീ ദൈവാലയത്തിന്റെ കല്ലായി മാറിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഒരു അതിര് കവിഞ്ഞ് നിനക്ക് ലോകവുമായി ബന്ധപ്പെടുവാൻ സാധ്യമല്ല. വെളിമ്പ്രദേശത്ത് വെറുതെ ഒരു കല്ലായി കിടന്നപ്പോൾ നിനക്ക് എല്ലാവിധ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നെങ്കിലും ഈ ക്രിസ്തീയ കൂട്ടായ്മ എന്ന് പറയുന്നത് നിനക്കില്ലായിരുന്നു. ആലോചിച്ചു നോക്കുക, ഒരു സാധാരണക്കാരനായി നീ ജീവിച്ച കാലത്ത് നിനക്കൊരു അസുഖം വന്ന് ആശുപത്രിയിൽ പോയാൽ എത്ര പേർ നിന്നെ തിരിഞ്ഞു നോക്കാനുണ്ടായിരുന്നു? വല്ല ബന്ധുക്കളോ 1-2 കൂട്ടുകാരോ അവിടെ വരും. ചിലപ്പോൾ ചെറിയൊരു തുക തന്നെന്ന് വരാം. പക്ഷേ ആശുപത്രി ചെലവിന്റെ ഭൂരിപക്ഷവും നിന്റെ പോക്കറ്റിൽ നിന്ന് നീ ഉണ്ടാക്കേണ്ടി വന്നു. നിനക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ, ഒരു ആശ്വാസ വാക്ക് പറയുവാൻ ആൾക്കാരില്ലായിരുന്നു. എന്നാൽ വിശ്വാസികളോട് ചോദിച്ചു നോക്കുക, വീണ്ടും ജനനം പ്രാപിച്ച ദൈവമക്കളോട് ചോദിച്ചു നോക്കുക, ഏതെങ്കിലും ഒരു അസുഖം വന്ന് അവർ ആശുപത്രിയിലായാൽ മിക്കവാറും അവർ സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം കൊടുക്കേണ്ടി വരികയില്ല. അവിടെ കൂട്ടായ്മയ്ക്ക് അപ്പോൾ ആൾക്കാർ ഓടിയെത്തും. അതുപോലെ തന്നെ അവരെ ആശ്വസിപ്പിക്കാൻ, പ്രാർത്ഥിക്കാൻ അവിടെ ആൾക്കാർ എപ്പോഴും ഉണ്ടായിരിക്കും. ദൈവസഭയിലെ എല്ലാ അംഗങ്ങൾക്കും എപ്പോഴും കൂട്ടായ്മയുണ്ടായിരിക്കും എന്നതൊരു പ്രത്യേകതയാണ്. വെളിമ്പറമ്പിൽ കിടക്കുന്ന കല്ലിന് ഒരു സുരക്ഷിതത്വവുമില്ല. ആരെപ്പോൾ വന്നതിനെ പൊട്ടിച്ചു കളയുമെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ നീ ദൈവസഭയാകുന്ന ദൈവാലയത്തിലെ കല്ലായി മാറിക്കഴിയുമ്പോൾ ആർക്കും വന്ന് പൊട്ടിക്കാവുന്ന രൂപത്തിലല്ല നിൽക്കുന്നത്. നീ ഒരു കെട്ടിടത്തിന്റെ ഭാഗമാണ്. സാമാന്യബോധമുള്ള ആരും വന്ന് ഒരു കെട്ടിടത്തിന്റെ കല്ല് തല്ലിപ്പൊട്ടിക്കാൻ ശ്രമിക്കയില്ല. മാത്രമല്ല, വെളിമ്പ്രദേശത്ത് കിടന്നപ്പോൾ നിനക്ക് എന്തും ഏതുമാകാമായിരുന്നു. അരുതേ എന്നൊരു വാക്കില്ലായിരുന്നു. ഏത് ഷേപ്പിലും കിടക്കാമായിരുന്നു, എവിടെയും കിടക്കാമായിരുന്നു. എന്നാൽ ദൈവസഭയിലെ അംഗത്തിന് അങ്ങനെ ചെയ്യുവാൻ സാധ്യമല്ല. എവിടെയും കിടക്കുന്ന അവസ്ഥയല്ല ദൈവസഭയിലെ അംഗത്തിനുള്ളത്. അവനെ എവിടെ കിടക്കണം, എങ്ങനെ കിടക്കണം, ഏത് വലിപ്പത്തിൽ കിടക്കണം, അതിനൊക്കെയും ചില ചട്ടങ്ങളും നിബന്ധനകളും ഒക്കെയുണ്ട്. അല്പം സ്വാതന്ത്ര്യക്കുറവുണ്ട് എന്നത് ശരി തന്നെയാണ്. പക്ഷേ നിനക്കിപ്പോൾ കൂട്ടായ്മയുണ്ട്. ഒരു സൈഡ് കൊണ്ട് ദേവാലയത്തിനകത്തേക്ക് നോക്കി നീ ദൈവദേശത്ത് കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. പണ്ട് നിനക്ക് കാണുവാൻ ഈ ലോകത്തിന്റെ വെളിച്ചങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ദൈവാലയത്തിന്റെ കല്ലായി നീ മാറിയപ്പോൾ
ദൈവാലയത്തിനുള്ളിലുള്ള ദൈവതേജസ് നിനക്ക് കാണുവാൻ കഴിയുന്നു. പണ്ട് ലോകവുമായി നിനക്ക് ഇഷ്ടം പോലെ ബന്ധപ്പെടുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ദൈവാലയത്തിന്റെ കല്ലായതോടെ അതിനുള്ള സ്വാതന്ത്ര്യം അല്പം കുറഞ്ഞുപോയി എന്നത് ശരിയാണ്. ദൈവാലയത്തിലെ കല്ലുകൾക്ക് പുറം ലോകവുമായി അല്പം ബന്ധമുണ്ട്. അതേ, വാസ്തവത്തിൽ 6 ബന്ധം മാത്രമാണുള്ളത്. അതിലധികം ബന്ധപ്പെടുവാൻ നിനക്ക് അനുവാദമില്ല. അങ്ങനെ യേശു ക്രിസ്തുവാകുന്ന അടിസ്ഥാനത്തിന്മേൽ യേശു ക്രിസ്തു തന്നെ മൂലക്കല്ലായിരുന്നു കൊണ്ട് ദൈവത്തിന്റെ സഭയാകുന്ന മന്ദിരം പണിയപ്പെടുകയാണ്. അതിനാദ്യമിട്ടതായ കല്ലുകൾ അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ തുടങ്ങിയവരാണ്. ആ കൂട്ടത്തിൽ തന്നെ പത്രോസ് ആകുന്ന കല്ലാണ് ഏറ്റവും ആദ്യം യേശു ക്രിസ്തു എന്ന മൂലക്കല്ലിനോട് ചേർത്ത് വെച്ചത്. എന്തുകൊണ്ടാണ് പത്രോസിനെ ആദ്യമായി വെച്ചത്? അതിന് കാരണമുണ്ട്. യേശു ക്രിസ്തുവിനെ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണെന്ന് മനസ്സിലാക്കി യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ മാത്രമാണ് ഒരുവൻ വീണ്ടും ജനിക്കുന്നത്, ജീവനുള്ള കല്ലായി മാറുന്നത്. ജീവനുള്ള കല്ലുകൾ ഉപയോഗിച്ചാണ് ദൈവാലയം പണിയുന്നത്. ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയം പണിയണമെങ്കിൽ അത് ജീവനുള്ള കല്ലുകൾ ഉപയോഗിച്ചേ കഴിയൂ. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് പത്രോസ് ഏറ്റുപറയുമ്പോൾ യേശു ക്രിസ്തുവിനെ കൂടാതെ ജീവനുള്ള ഒരു കല്ലുകൂടി മാത്രമേ ലോകത്തുള്ളൂ. അത് സ്വന്തമാകൊണ്ട് യേശുവിനെ ഏറ്റുപറഞ്ഞ പത്രോസായിരുന്നു. അതുകൊണ്ട് ദൈവസഭയുടെ കല്ലായി ഏറ്റവും ആദ്യം ഇട്ട കല്ല് പത്രോസ് തന്നെയാണ്, സംശയമൊന്നും വേണ്ട. അതിനുശേഷം യോഹന്നാന്, യാക്കോബ്, അങ്ങനെ ഓരോരോ കല്ലുകൾ ഇട്ടു. പിന്നീട് പൗലോസ്, അങ്ങനെ കല്ലുകൾ വന്നു. അപ്പോസ്തലന്മാരെ, പ്രവാചകന്മാരെ തുടങ്ങിയവർ ഏറ്റവും അടിയിലിട്ടതായ അടിസ്ഥാന ശിലകളാണ്. അതിന്റെ മുകളിലേക്കാണ് മറ്റു കല്ലുകൾ വന്നത്. 2000-ഓളം വർഷമായി ഈ ദൈവാലയം ഇങ്ങനെ പണിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ദൈവാലയത്തിന്റെ പണി ഒരു ദിവസം പൂർത്തിയാകും. അന്ന് ഇവിടെ നിന്നത് മാറ്റപ്പെടും. ആ കാലം ആസന്നമായിരിക്കുകയാണ്. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. ദൈവാലയത്തിന്റെ പണി ഏത് നിമിഷവും പൂർത്തിയാകാം. കർത്താവ് പറഞ്ഞു, നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. അങ്ങനെ ദൈവത്തിന്റെ സഭയെ കർത്താവ് പണിതുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പരിശുദ്ധാത്മാവാണ് അതിന്റെ ക്രമീകരണങ്ങൾ ഈ ഭൂമിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ദൈവത്തിന്റെ സഭയുടെ പണി പൂർത്തിയാകുമ്പോൾ ഇവിടെ നിന്ന് ഈ കെട്ടിടം, ദൈവത്തിന്റെ സഭ മാറ്റപ്പെടും. ആ കാലം ഏറ്റവും ആസന്നമായിരിക്കുകയുമാണ്. ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ 1-2 തെറ്റിദ്ധാരണകളിലൂടെ തിരുത്തിയിട്ട് ഈ പ്രസംഗം ഇവിടെ കൺക്ലൂഡ് ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ സഭ എന്ന് പറയുമ്പോൾ പലരും തെറ്റിദ്ധരിക്കുന്നത് ഇന്ന് നാം കാണുന്ന പല സംഘടനയുമാണ് ദൈവത്തിന്റെ സഭയെന്നാണ്. കത്തോലിക്ക സഭ വിശ്വസിക്കുന്നത് കത്തോലിക്ക സഭ എന്ന് പറയുന്ന ആ സംഘടനയാണ് ദൈവത്തിന്റെ സഭയെന്നാണ്. കത്തോലിക്ക സഭ എന്ന സംഘടനയിൽ അംഗത്വം എടുത്തില്ലെങ്കിൽ സ്വർഗത്തിൽ പോകത്തില്ല എന്നാണ് അവരുടെ പഠിപ്പിക്കൽ. അത് ശരിയായ നിലപാടല്ല. അതുപോലെ യാക്കോബ, ഓർത്തഡോക്സ്, മർത്തോമ തുടങ്ങിയ സഭകൾക്കൊക്കെ ഇത്തരത്തിലുള്ള വിശ്വാസമുണ്ട്. യഹോവ സാക്ഷികൾ പറയുന്നത് യഹോവ സാക്ഷി എന്ന സംഘടനയാണ് ദൈവത്തിന്റെ സഭയെന്നാണ്. ശാബതുകാർ പറയുന്നത് ആ സെവന്ത് ഡേ അഡ്വന്റിസ്റ്റ് ചർച്ച് എന്ന് പറയുന്ന സംഘടനയാണ് ദൈവസഭയെന്നാണ്. സിലോൺ പെന്തക്കോസ്റ്റ് മിഷൻ എന്ന് ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്ന ദ പെന്തക്കോസ്റ്റ് മിഷൻ, അവര് പറയുന്നത് അവരുടെ സംഘടനയാണ് ദൈവത്തിന്റെ സഭ. അവരുടെ സംഘടനയിൽ നിന്നും പുറത്തുപോയാൽ ദൈവത്തിന്റെ സഭയിൽ നിന്നും പുറത്തു പോകുമെന്നാണ്. പല പെന്തക്കോസ്റ്റ് വിഭാഗങ്ങളുണ്ട്. അവരും പറയാറുണ്ട് ഞങ്ങളുടെ സഭയാണ് ദൈവത്തിന്റെ സഭ. ചിലര് പറയും ഞങ്ങളുടെ ഈ സംഘടന മാത്രമല്ല, എന്നാലും ഞങ്ങളുടേതും ദൈവസഭയാണ്. ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും ഒരു സംഘടനയും ദൈവസഭയല്ല. വിശ്വാസികളുടെ പ്രാദേശിക കൂട്ടമായ കൊരിന്തിലെ സഭ, ഗലാത്യയിലെ സഭ, കുമ്പനാട്ടെ സഭ, തിരുവല്ലയിലെ സഭ, കോട്ടയത്തെ സഭ, അങ്ങനെയുള്ള പ്രാദേശിക കൂട്ടങ്ങൾ, ഈ എല്ലാ പ്രാദേശിക കൂട്ടങ്ങളും ലോകമെമ്പാടുമുള്ള എല്ലാ പ്രാദേശിക സഭകളും അവ ഒന്നുചേരുന്നതാണ് ദൈവത്തിന്റെ സഭ എന്ന് പറയുന്നത്. അതൊരു സംഘടനയല്ല. അതിന് പോപ്പില്ല, പാത്രിയാർക്കീസ് ഇല്ല, കാതോലിക്ക ഇല്ല, സെൻട്രൽ പാസ്റ്റർ ഇല്ല, ചീഫ് പാസ്റ്റർ ഇല്ല, അങ്ങനെയൊന്നുമില്ലാതെ വിശ്വാസി ലോക്കൽ സഭ, ആഗമന സഭ, ഇത് മാത്രമാണ് ദൈവസഭ എന്ന് പറയുന്നത്. അതിനിടയ്ക്കുള്ള ഒരു സംഘടനയും ദൈവീകമല്ല, ഒരു സംഘടനയും ദൈവം സ്ഥാപിച്ചതുമല്ല. ചിലർ പറയും ദൈവം തന്നതായ കാഴ്ചപ്പാടനുസരിച്ച്, ദർശനമനുസരിച്ച് ഉണ്ടാക്കിയതാണ് ഞങ്ങളുടെ സംഘടന. നിങ്ങൾ പറയുന്നത് തെറ്റാണ്. സംഘടനയുണ്ടാക്കാൻ ദൈവമാർക്കും ഒരു ദർശനവും കൊടുക്കാറില്ല. ദൈവിക പദ്ധതിയിൽ സംഘടനയൊന്നില്ല. ചിലര് പറഞ്ഞ് എന്നോട് ദൈവം പറഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്, വെറുതെ നിനക്ക് തോന്നിയതാണ്, അഥവാ നീ എന്തെങ്കിലും ശബ്ദം കേട്ടെങ്കിൽ അത് സാത്താനിൽ നിന്ന് കേട്ട ശബ്ദമാണ്. ദൈവിക പദ്ധതിയിൽ സംഘടനകളില്ല. ഗവൺമെന്റുമായിട്ടുള്ള ഇടപാടിന് സംഘടന ആവശ്യമാണെങ്കിൽ ആയിക്കൊള്ളുക, പക്ഷെ അതിൽ കവിഞ്ഞ ഒരു അർത്ഥവുമില്ല. ദൈവസഭ എന്ന് പറയുന്നത് ചാരിറ്റബിൾ സൊസൈറ്റി അല്ല, ട്രസ്റ്റ് അല്ല. ട്രസ്റ്റോ ചാരിറ്റബിൾ സൊസൈറ്റിയോ ഉണ്ടാക്കുന്നത് സർക്കാരുമായുള്ള ഇടപാടിന് വേണ്ടി മാത്രമാണ്. ദൈവത്തിന്റെ സഭ എന്ന് പറയുന്നത് IPC എന്ന ചാരിറ്റബിൾ സൊസൈറ്റി അല്ല, അല്ലെങ്കിൽ ചർച്ച് ഓഫ് ഗോഡ് എന്ന് പറയുന്ന ചാരിറ്റബിൾ സൊസൈറ്റി അല്ല. പുതുതായി നാം നാളെ മറ്റൊന്നുണ്ടാക്കിയാൽ അതുമല്ല. വിശ്വാസികളുടെ പ്രാദേശിക കൂട്ടമായ പ്രാദേശിക സഭ,
എല്ലാ പ്രാദേശിക സഭകളും ചേർന്നുണ്ടാകുന്ന ആഗമാന സഭ, ഇത് മാത്രമാണ് ദൈവസഭ എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ തന്നെ പലർക്കും ഒരു ധാരണയുണ്ട്, ഈ സംഘടനയുടെ നേതാക്കന്മാർ ഒരാളെ കൈവച്ച് വേർതിരിക്കുമ്പോൾ അവർ സഭയുടെ നേതാക്കന്മാരായി മാറുന്നു എന്ന്. അതും തെറ്റിദ്ധാരണയാണ്. മറ്റു ചില പ്രസംഗങ്ങളിൽ അതിനെക്കുറിച്ച് ഞാൻ തുറന്ന് വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇവിടെ ആ വിഷയത്തെ കുറിച്ച് കൂടുതലായി പറയുന്നില്ല. മറ്റൊരു തെറ്റിദ്ധാരണയുള്ളത് സെന്റ് തോമസ് കേരളത്തിൽ വന്ന് 7.5 പള്ളികൾ സ്ഥാപിച്ചു എന്നാണ്. അതും തികഞ്ഞ തെറ്റിദ്ധാരണയാണ് എന്ന് വളരെ വിനയത്തോടെ ഞാൻ അറിയിക്കട്ടെ. 1-ാം നൂറ്റാണ്ടിലോ 2-ാം നൂറ്റാണ്ടിലോ 3-ാം നൂറ്റാണ്ടിലോ പള്ളികൾ പണിയുന്ന പരിപാടിയേ ഇല്ലായിരുന്നു. സഭകൾ സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ പള്ളി പണിയുക എന്നുമല്ല അർത്ഥം. സെന്റ് തോമസ് കേരളത്തിൽ വന്നോ എന്ന് പോലും സംശയമുണ്ട്. വന്നു എന്ന് വെറുതെ ഒരു വാദത്തിനു വേണ്ടി അങ്ങനെ സമ്മതിച്ചാലും ഇവിടെ വന്ന് 7.5 പള്ളികൾ പണിതു എന്ന് പറയുന്നത് വിഡ്ഢിത്തമാണ്. ഇവിടെ പള്ളി പണിയാനല്ല സെന്റ് തോമസോ അല്ലെങ്കിൽ ഏതെങ്കിലും ദേവദാസനോ വന്നത്. കുരിശും കൊണ്ടുവന്നെന്നോ പള്ളി പണിതെന്നോ ഉള്ള കഥകളൊക്കെ വെറും കെട്ടുകഥകളാണ്. അന്ന് ആരും കുരിശുമായി നടന്നിരുന്നില്ല. അന്ന് പള്ളി പണിയുന്ന പരിപാടിയും ഇല്ലായിരുന്നു. സെന്റ് തോമസ് കേരളത്തിൽ വന്നു എന്നത് ശരിയാണെങ്കിൽ, അല്ലെങ്കിൽ ആ കാലത്ത് തന്നെ ഏതെങ്കിലും ക്രിസ്തു ശിഷ്യൻ കേരളത്തിൽ വന്നു എന്നത് ശരിയാണെങ്കിൽ ഇവിടെ അവർ സുവിശേഷം പ്രസംഗിച്ചിരിക്കാം. പലരും അത് കേട്ട് രക്ഷിക്കപ്പെട്ടിരിക്കാം. അങ്ങനെ പ്രാദേശിക സഭകൾ ഉണ്ടായിരുന്നിരിക്കാം. അതിനപ്പുറത്തായി പള്ളികളില്ല, അങ്ങനെ വിശേഷിച്ച് കെട്ടിടങ്ങളില്ല. രക്ഷിക്കപ്പെട്ടവർ എവിടെയെങ്കിലും ഇരുന്ന് ആരാധിക്കും എന്നതിൽ കവിഞ്ഞ് ഒന്നും ദൈവസഭയുടെ പ്രമാണത്തിലില്ല എന്നുകൂടി പറഞ്ഞുകൊണ്ട് ആ വിഷയം വിടട്ടെ. കർത്താവ് പറഞ്ഞു, നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. അങ്ങനെ 1-ാം നൂറ്റാണ്ട് മുതൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദൈവസഭയാകുന്ന മന്ദിരം, പെന്തക്കോസ്ത് നാളിൽ പണി ആരംഭിച്ചതായ ആ മന്ദിരം ഇപ്പോഴും പണിയപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. എത്രയും വേഗം ഈ കെട്ടിടത്തിന്റെ പണി പൂർത്തിയാകും. അതോടെ ഈ ദൈവസഭയാകുന്ന മന്ദിരം ഇവിടെ നിന്ന് മാറ്റപ്പെടും. തുടർന്നുള്ള 7 വർഷം എതിർ ക്രിസ്തു എന്ന അന്ത്യക്രിസ്തുവിന്റെ ഭരണമാണ്. പിന്നീട് ആ 7 വർഷ പീരീഡ് കഴിയുമ്പോൾ കർത്താവ് തന്റെ വിശുദ്ധന്മാരുമായി ഭൂമിയിലേക്ക് കടന്നു വരികയും ഭൂമിയിൽ 1000 ആണ്ട് വാഴ്ച ആരംഭിക്കുകയും ചെയ്യും. അതൊക്കെ നാം ഇപ്പോൾ ചിന്തിച്ചു വരുന്ന വിഷയവുമായി നേരിട്ട് ബന്ധമുള്ള വിഷയങ്ങളല്ലാത്തതിനാൽ അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. എങ്കിലും ദൈവത്തിന്റെ സഭയാകുന്ന ആ മന്ദിരം ക്രിസ്തുവാകുന്ന പാറമേൽ ക്രിസ്തു തന്നെ മൂലക്കല്ലായി അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതൊരു സംഘടനയല്ല, രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച വീണ്ടും ജനനം പ്രാപിച്ച എല്ലാവരും ഈ ദൈവത്തിന്റെ സഭയുടെ അംഗങ്ങളാണ്. എന്നാൽ പാരമ്പര്യം പറഞ്ഞതുകൊണ്ട് അംഗമാകുകയില്ല. തോമാസ് ലീഗ മാമോദീസ കൊടുത്ത കുടുംബത്തിൽ പിറന്നതുകൊണ്ട് മാത്രം നീ ദൈവസഭയിലെ അംഗമാകുകയില്ല. വീണ്ടും ജനിച്ചല്ലാതെ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമായി പറയുന്നു. അതുകൊണ്ട് വീണ്ടും ജനനം പ്രാപിച്ച വ്യക്തികൾ മാത്രമാണ് ദൈവസഭയുടെ അംഗങ്ങൾ. വിശ്വാസിയുടെ മകനായി ജനിച്ചത് കൊണ്ട് മാത്രം ദൈവസഭയിലെ അംഗമാകുകയില്ല. ഏതെങ്കിലും പള്ളിയിലെ പുസ്തകത്തിൽ നിന്റെ പേരുള്ളത് കൊണ്ട് മാത്രം നീ ദൈവസഭയിലെ അംഗമാകുകയില്ല. വീണ്ടും ജനനം പ്രാപിച്ച് രക്ഷിക്കപ്പെട്ട് ദൈവസഭയുടെ അംഗമായി തീർന്നവർ മാത്രമാണ് ദൈവത്തിന്റെ സഭയാകുന്ന ഈ ദൈവാലയത്തിന്റെ കല്ലുകൾ. അങ്ങനെ വീണ്ടും ജനനം പ്രാപിക്കാത്ത ആരെങ്കിലും ഈ വാക്കുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഇതാ നിങ്ങളുടെ മുമ്പിൽ ഒരു അവസരമുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് പാപവഴികളോട് വേർപിരിഞ്ഞ് മനസ്സാന്തരപ്പെട്ട് വീണ്ടും ജനനം പ്രാപിച്ച് ദൈവസഭയാകുന്ന ആലയത്തിന്റെ കല്ലായി തീരുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ പ്രസംഗം ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.